ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ ഇന്ന് വിവാദങ്ങളുടെ ആ ഒരു തീപ്പുരയിൽ കിടന്ന് നീറുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലും മുഖ്യധാര പത്രങ്ങളിലും ചാനലുകളിലും കാണാൻ കഴിയുന്നു. ഇന്ന് ചർച്ചാ വിഷയം എമ്പുരാൻ തന്നെയാണ്. എമ്പുരാനിൻ്റെ ആ ഒരു പ്രശ്നങ്ങളിൽ ലാലേട്ടൻ ഇതാ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. അതൊന്ന് വായിച്ചു നോക്കാം. ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഇനിയുള്ള വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങൾ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചോളുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം സാധാരണക്കാരിൽ നമ്മളൊരാളായി മോഹൻലാൽ എന്നുള്ള ആളായി ജീവിക്കുന്നു. അതിനപ്പുറം ഒന്നുമില്ല. അത് സ്നേഹപൂർവ്വം മോഹൻലാൽ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ആദ്യം അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേറെ ഒന്നുമല്ല, ചങ്കുറ്റത്തോടെ ഒരു കാര്യം പറയാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ്. അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് പറയുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ചങ്കുറ്റത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു പുലിവാല് പിടിക്കലാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതായത് പുലിവാല് ഏണി വെച്ച് പിടിക്കുകയാണ് മോഹൻലാൽ എന്ന ഈ ഒരു നടൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ ഇത് ചെയ്യുന്നത് ഈ ഒരു കമൻറ്റിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഖേദ പ്രകടനത്തിലൂടെ എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുമാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ, ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് എൻ്റെ കടമയാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തിൽ 17ഓളം സീനുകൾ കട്ട് ചെയ്യുമെന്നും 26 മിനിറ്റുകളോളം അതിൽ നിന്ന് പോകുമെന്ന് പറയുമ്പോൾ സിനിമ മൊത്തം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഈ ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോട് വേണ്ടി കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതിലെല്ലാ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അവർ പറയുമ്പോൾ അതെങ്ങനെ ഇവർ കൈകാര്യം ചെയ്യും? ഒരു പക്ഷേ അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ടൈറ്റിലും എൻ കാർഡും മാത്രമായി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു സിനിമയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക. ഇതിനു മുമ്പും പല സിനിമകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ, ഒരു പക്ഷേ രാഷ്ട്രീയവും മതവും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ചിലരുടെ പ്രത്യേക താല്പര്യം സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വളരെ ചീപ്പാണ്. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അത് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് തന്നെ പറയുന്നു, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ നടന്മാരെല്ലാം കൂലിപ്പണിക്ക് പോകുന്ന സാധാരണക്കാരുടെ താഴെ മാത്രമുള്ള ആളാണ്. വേറെ ഒന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന 150 രൂപ കൊണ്ട് അന്നം മേടിച്ച് അല്ലെങ്കിൽ പറഞ്ഞ മറ്റേ ലേലത്തിലൊക്കെ പറയുന്നില്ല, കോണ്ടാസായാലും ബെൻസിലും പോകുന്ന ആളുകളാണ് എന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്കുള്ള ആരുമില്ല. ഇവരെ ആരും നമ്മളുടെ വേറെ ഒരു കാര്യങ്ങളിലേക്കും വരുന്നില്ല. നിങ്ങൾക്കൊന്ന് മരി മേടിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ ഈ പറഞ്ഞ താരങ്ങൾ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ തീർക്കാനോ ഈ പറഞ്ഞ താരങ്ങളൊന്നുമില്ല. സിനിമാ മേഖലയുമായി അടുത്ത് നിൽക്കുന്നവർക്കും മാത്രമേ ഇവരെ കൊണ്ടുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷേ ഒരു നടനായി കാണുന്നു, നമ്മുടെ മാനസിക സന്തോഷത്തിന് വേണ്ടി മാത്രം നമ്മൾ കാണുന്ന വ്യക്തിയും നമ്മൾ കൊച്ചിലെ മുതൽ കണ്ടുവരുന്നതുകൊണ്ട് ആ ഒരു ഇഷ്ടം മാത്രമാണ് വ്യക്തി. ഈ പറഞ്ഞ മോഹൻലാലോ മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തികളെ നമ്മൾ ആരും അറിയുന്നില്ല, ഇവരിലെ കഥാപാത്രങ്ങളെ അറിയുള്ളൂ എന്നുള്ള ആ ഒരു ബോധം വെച്ചിട്ടാണ് ഒരു സിനിമ കാണേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ മോഹൻലാൽ തന്നെ ഒരു പുലിവാല് പിടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി കട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനകത്തിൽ എന്ത് ചിന്തിക്കുമെന്ന് അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് നോക്കുക എന്നുള്ളത്. ഇനി വേറൊരു കാര്യം, ഇത് സിനിമയായതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, ഇതിലങ്ങനെയാണ്, നമ്മളൊരു മെനഞ്ഞെടുക്കുന്ന കഥയാണ് എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് റിയാലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ 150-200 രൂപ കൊടുത്തിട്ട് കൂലിപ്പണിക്കാരൻ പോയി പോപ്കോൺ 350 രൂപയ്ക്ക് മേടിച്ചിട്ട് മൾട്ടിപ്ലക്സിലും പോയിരുന്ന് കാണുന്ന കാലഘട്ടത്തിലുള്ള സിനിമയാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി ചീപ്നെസ് ആണെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി പല നമ്പറുകൾ കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീ കത്തിച്ചിട്ട് പോവുകയാണെങ്കിൽ അത് വളരെ മോശമാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ഏത് പ്രശ്നത്തിനോടോ ആണെങ്കിലും. ഇതിനകത്തിൽ ഞാൻ വേറെ കഥകളൊന്നും പറയില്ല, കാരണം ഒരുപാട് പേർ സിനിമ കണ്ടതായിരിക്കാം. എന്നാലും കാണാത്തവർക്കത് സ്പോയിലർ ആവാതിരിക്കാൻ വേണ്ടി ശരിക്കും ഓപ്പണായിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും പറയുന്നു, ഒരു വലിയ ഒരു വിപത്ത് അല്ലെങ്കിൽ മോശം ഒരു വലിയൊരു കാര്യം കാണിച്ചിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് കാണിച്ചത് തന്നെ തെറ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് സിനിമയായി കണ്ടുവിടുന്നു. ഇതിൽ കണ്ട നമ്മളാരും പറഞ്ഞില്ല ഇത് പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. ഒരു സിനിമ കണ്ടുവിട്ടു എന്ന് മാത്രമാണ്. ഇനിയും സെൻസർ ബോർഡ് ഇത് ചെയ്തിരുന്നു. സെൻസർ ബോർഡ് സെൻസർ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തെറ്റ് മുഴുവൻ സെൻസർ ബോർഡിൽ ഇരുന്നവർക്കാണ്, അല്ലാതെ മോഹൻലാലിനോ പൃഥ്വിരാജിനോ ഒന്നുമല്ല. പൃഥ്വിരാജ് ചെയ്തൊരു തെറ്റുണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മോഹൻലാൽ ഫാൻസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സിനിമ എടുത്തിരുന്നത്. കാരണം ഈ സിനിമ കണ്ടിറങ്ങുന്നവരിൽ കടുത്ത ഫാൻസുകാർ പോലും പറഞ്ഞു മോഹൻലാലിനെ
സൈഡാക്കി തന്നെയാണ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ വന്നിട്ട് പോലും നമ്മൾ ഈ സിനിമയ്ക്ക് ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം, അത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയുടെ പേരിൽ മാത്രമാണ്, അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് മലയാളികൾ നിൽക്കുന്നത്. ഒരു പൃഥ്വിരാജിനോടുള്ള പ്രേമം കൊണ്ട് ഒരാളും ഈ സിനിമ കാണാൻ പോവില്ല. ഇതിൻ്റെ കാൽഭാഗം പോയിട്ട് ഒരു ദിവസത്തെ കളക്ഷൻ പോലും പൃഥ്വിരാജ് വിചാരിച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു തരാം. ഇത് മോഹൻലാൽ എന്ന ഒരൊറ്റ വ്യക്തിയുടെ പേരിലാണ് ഈ സിനിമ കാണാൻ ഞങ്ങൾ വന്നിരുന്നത്, ഞങ്ങൾ ഓരോരുത്തരും വന്നിരുന്നത് എന്ന് മലയാളികൾ പറയും എന്നുറപ്പതാണ്. വളരെ കുറച്ച് പേർ വേണമെങ്കിൽ അല്ലാതെ പറയുമെന്നുള്ളതാണ്. എതിരാളികളല്ല ഈ സിനിമയെ വിമർശിച്ചിട്ടുള്ളത്, ഇതിലെല്ലാം വിമർശിച്ചിട്ടുള്ള കടുത്ത ഫാൻസുകാർ തന്നെയാണ്. കാരണം അങ്ങനെയാണ് അതിനകത്തിൽ കാര്യങ്ങൾ. എന്നിട്ട് പോലും ഈ സിനിമ വിജയിക്കണമെന്നുള്ളത് ഓരോ മലയാളിയുടെയും ആഗ്രഹമായിരുന്നു, വേറൊന്നും കൊണ്ടല്ല. ഈ സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്ന് തന്നെയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ പോയി ഞങ്ങളുടെ ഒരു സിനിമ വിജയിക്കണമെന്നുള്ളത് ഞങ്ങളുടെ മോഹമായതുകൊണ്ട് തന്നെയാണ്. എന്താണേലും ഒരു കാര്യം പറയാം, ഇത് കട്ട് ചെയ്യണോ അല്ല എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. അത് ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനിയും ഒരു നമ്പർ ഇറക്കി വിജയിപ്പിക്കാനാണെങ്കിൽ ആ ചീപ്നെസ്സിനോട് കൂടെ നിൽക്കാൻ എത്ര കടുത്ത ഫാനാണേലും എത്ര എതിരാളിയാണേലും ഞങ്ങൾക്ക് താല്പര്യവുമില്ല എന്നുള്ളത് തന്നെയാണ്. സിനിമ വിജയിക്കണമെങ്കിൽ അത് നല്ലതാണെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് വിജയിക്കുന്നത്. അത് ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കേരളത്തിലെ തിരക്കും കാണാൻ കഴിയുന്നു. എന്നിരുന്നിട്ട് പോലും പിന്നെയും ചീപ്നെസ് കാണിക്കുകയാണെങ്കിൽ അത് മോശമാണ്. അതല്ല ജെനുവിനായിട്ടാണ് കാര്യങ്ങളെങ്കിൽ അതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും എടുത്തു പറയാനുള്ളത്, ഇത് സിനിമയായി കണ്ടുവിട്ടാൽ മതി. എന്തിനാണ് ഇത്രത്തോളം പേടി? പലരും പറയുന്നുണ്ട് ഇത് പേടിച്ച് വരച്ചാണോ. അങ്ങനെ പേടിയും വിറയ്ക്കലും ഒന്നുമില്ല. ഇത് ജെനുവിനായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അവനവന് മോശമെന്ന് അല്ലെങ്കിൽ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ തിരുത്തുക. അത് മറ്റൊരാളുടെ മുന്നിൽ എന്ത് കാണുന്നു അല്ലെങ്കിൽ അവരെന്ത് കാണുന്നു എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ ഒരു ഖേദപ്രകടനം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അതിനെ കാണുന്നത്. അദ്ദേഹമായതുകൊണ്ട് തന്നെ, മോഹൻലാൽ എന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആത്മാർത്ഥമായിട്ടാണ് കാണുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളത് കാണില്ല എന്നുള്ളതാണ്. പിന്നീട് ഇതിനകത്തിൽ കണ്ട ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് ഉറപ്പിച്ച് പറയാം പൃഥ്വിരാജിൻ്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ്. അത് ഉറപ്പിച്ച് തന്നെ പറയാം. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. പലയിടത്തും പണ്ട് ഈ എമ്പുരാനൊക്കെ മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, മമ്മൂട്ടിയും മോഹൻലാലും അവരെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു പൃഥ്വിരാജ് ഉണ്ടായിരുന്നു. ആ പൃഥ്വിരാജിനെ ജനങ്ങൾ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം. മറന്നുപോകും ജനങ്ങൾ. പക്ഷേ എമ്പുരാൻ വന്നതിന് ശേഷം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചെങ്കിൽ പിന്നെയും അഹങ്കാരം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആളുകൾ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നെയാണ്. അതിപ്പോൾ ആരാണേലും അങ്ങനെ തന്നെയാണ്. എന്താണേലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, മോഹൻലാൽ എന്ന ആ ഒരു നടനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇങ്ങനെ പോകുന്നത്. റെക്കോർഡുകൾക്ക് മുകളിൽ റെക്കോർഡ് നടത്തുമ്പോഴും അല്ലെങ്കിൽ നേടുമ്പോഴും ഒരു കാര്യം, ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. വിവാദങ്ങൾ ഉണ്ടായാലേ വിജയം ഉണ്ടാകുമെന്നുള്ള ആ ഒരു ധാരണയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. സിനിമ വലിയ വിജയം തന്നെയാണ്. ഇതിനോടകം തന്നെ ഞങ്ങളേവരും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം, ഈ സിനിമയ്ക്ക് അദ്ദേഹം അല്ലെങ്കിൽ ലാലേട്ടൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങളത് ഏറ്റെടുക്കുന്നു. കാരണം അതിനകത്തിൽ പലരും പറയുന്നുണ്ട്, രാഷ്ട്രീയം പ്രേരിതമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയം ബേസ് ചെയ്തിട്ടും പറയുന്നുണ്ട്, ഇത്ര ഭീരുവാണോ ലാലേട്ടൻ? അങ്ങനെ ഭീരുവെന്നല്ല. ചങ്കുറ്റത്തോടെ ഒരു കാര്യം പറഞ്ഞ് അത് തിരുത്തണമെങ്കിൽ അതിനും വേണം ചങ്കുറ്റം. അല്ലാതെ 4 പേര് കൂടി നിന്നിട്ട് ഞാൻ നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറയുന്ന കമൻറ്റിലൂടെ വരുന്നവന്മാരെ പോലെ അല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു തിയേറ്ററിലോ ആരെങ്കിലും വന്നാൽ കൂട്ടം കൂടി നിന്ന് വന്നിട്ട് തല്ലാനും പിടിക്കാനും അല്ലെങ്കിൽ നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് പറയുന്നവന്മാരുടെ മുന്നിൽ ഒറ്റയ്ക്ക് വന്ന് നേരെ നിൽക്കാൻ ധൈര്യമുള്ളവണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടമായിട്ട് വന്ന് ഈ പറയുന്നിടത്ത് വന്ന് നിൽക്കാൻ എന്ന് പറയാനുള്ള ധൈര്യമുള്ള നമ്മളെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് എന്നുള്ളതും കൂടെ ആലോചിക്കുക. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ലാലേട്ടൻ്റെ ധൈര്യം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ 500 കോടി ക്ലബിലേക്ക് കയറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു കാര്യം മാത്രം പറയാം, ഇനിയും ഇതിനെ വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളില്ല. ഇതൊരു സാധാരണ സിനിമ മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇത് കഴിയും, അതിൻ്റെ ദിവസങ്ങൾ കഴിയും. 10-15 ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത സിനിമ വരും. അടുത്ത മോഹൻലാൽ സിനിമ 25 ദിവസങ്ങൾ കഴിയും വരും. അതുവരെയാണ് ഈ സിനിമ. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാതെ ഇരുന്നാൽ ഈ സിനിമ ഒരു ഗംഭീര സംഭവം തന്നെയാണ്. എന്താണേലും ഇന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നല്ല ലെവലിൽ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന സിനിമയായി മാറുന്നു. ഇതേപോലെ വിവാദങ്ങൾ ആണ് താല്പര്യമില്ലാത്തത്. അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും കട്ട് ചെയ്ത് കളയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേക ഇഷ്ടം. കാരണം ഇതൊരു സിനിമയായി കാണുന്നു. അതിനപ്പുറത്തേക്ക് ഒരാളെ ചീത്ത വിളിച്ചാൽ ആ ഒരു നടനെ വിളിക്കുകയാണെന്നോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വിളിക്കുകയാണെന്നോ ഒന്നും തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവാം ഒരു സിനിമയിലൂടെ. അങ്ങനെ ഒരു സിനിമയായി ഈ സിനിമയെ തോന്നിയിട്ടുമില്ല. എന്താണേലും KGF പോലെ ബാഹുബലി പോലെയൊക്കെ മലയാളത്തിൽ നിന്ന് വന്ന ഈ ഒരു സിനിമയ്ക്ക് എല്ലാവിധ വിജയ ആശംസകളും നേടുകയാണ്. ഇന്ന് സിനിമ 150 കോടിയും കടന്ന് 170 കോടിയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് സിനിമയെക്കുറിച്ച് മാത്രമല്ല, ടോട്ടലി പറയാനുള്ള കാര്യങ്ങൾ